2025 ഫെബ്രുവരി മാസത്തിൽ തിയേറ്ററുകളിൽ റിലീസിന് ഒരുങ്ങുന്ന ആവേശകരമായ ഒരു നിരയാണ് മലയാള സിനിമയ്ക്കുള്ളത്. ഈ മാസം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലയാള സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യം തന്നെ ബ്രൊമാൻസ്. അരുൺ ഡി സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, മാത്യു തോമസ്, മഹിമ നമ്പ്യാർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച മലയാളം റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ബ്രൊമാൻസ്. സംവിധായകൻ അരുൺ, രവീഷ് നാഥ്, തോമസ് പി സെബാസ്റ്റ്യൻ എന്നിവരുടെ കൂട്ടായ ശ്രമമാണ് ചിത്രത്തിന്റെ തിരക്കഥ. തന്റെ സഹോദരനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ബിൻഡോ എന്ന ചെറുപ്പക്കാരന്റെ കഥയെയാണ് ബ്രൊമാൻസ് കേന്ദ്രീകരിക്കുന്നത്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ ചിത്രത്തിൽ ഛായാഗ്രഹകൻ അഖിൽ ജോർജ്, എഡിറ്റർ ചമൻ ചാക്കോ, സംഗീതം ഗോവിന്ദ് വസന്ത എന്നിവരാണ് നിർവഹിക്കുന്നത്. ചിത്രം ഫെബ്രുവരി 14 തിയേറ്ററുകളിലെത്തും. നാരായണീന്റെ 3 ആൺമക്കൾ. ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്ത ചിത്രമാണ് നാരായണീന്റെ 3 ആൺമക്കൾ. അനന്തരാവകാശം വേർപെടുത്തി തറവാട്ടിലേക്ക് മടങ്ങുന്ന 3 സഹോദരങ്ങളുടെ ജീവിതത്തെ കേന്ദ്രീകരിച്ചാണ് നാരായണീന്റെ 3 ആൺമക്കൾ എന്ന സിനിമ. വ്യക്തികൾ വീണ്ടും ഒന്നിക്കുമ്പോൾ അവരുടെ വൈരുദ്ധ്യമുള്ള വ്യക്തിത്വങ്ങൾ പ്രവർത്തനരഹിതമായ കുടുംബത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് സിനിമ പറയുന്നു. ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ എന്നിവർക്കൊപ്പം സരസ ബാലുശ്ശേരി, സജിത മഠത്തിൽ, തോമസ് മാത്യു, ഷെല്ലി കിഷോർ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. ചിത്രം ഫെബ്രുവരി 7 തിയേറ്ററിലെത്തും. ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത് ദീപു രാജീവനും ഗോവിന്ദ് വിഷ്ണുവും ചേർന്ന് തിരക്കഥ എഴുതിയ ചിത്രമാണ് ദാവീദ്. ആക്ഷൻ ജേണറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ആന്റണി വർഗീസ് ആണ് നായകൻ. എബി അലക്സ് എബ്രഹാം, ടോം ജോസഫ്, സെഞ്ചുറി മാക്സ് ജോൺ, മേരി പ്രൊഡക്ഷൻസ്, പനോരമ സ്റ്റുഡിയോസ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. കായിക ലോകത്തേക്ക് കടക്കുന്ന അബു എന്ന ബോക്സറുടെ ജീവിതത്തെ കേന്ദ്രീകരിച്ചാണ് ദാവീദ് എന്ന സിനിമ. ആന്റണി വർഗീസ്, മോസ് ഇസ്മായിൽ, ലിജോ മോൾ ജോസ്, അജു വർഗീസ്, വിജയരാഘവൻ, സൈജു കുറുപ്പ്, കിച്ചു ടെല്ലസ് എന്നിവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ജസ്റ്റിൻ വർഗീസ് ആണ് ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ചിത്രം ഫെബ്രുവരി 14 തിയേറ്ററിലെത്തും. പൈങ്കിളി. സജിൻ ഗോപു, അനശ്വര രാജൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ആവേശത്തിന്റെ ജിത്തു മാധവൻ തിരക്കഥ എഴുതി ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്ത ചിത്രമാണ് പൈങ്കിളി. നിയമത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഭ്രാന്തനാണെന്ന് വ്യാജമായി പറയുന്ന സുഗുവിന്റെ കഥയാണ് ചിത്രം കേന്ദ്രീകരിക്കുന്നത്. ജിസ്മ വിമൽ, ചന്തു സലിംകുമാർ, രോഹൻ ഷാനവാസ്, അബു സലീം എന്നിവർക്കൊപ്പം സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ്, അർബൻ ആനിമൽ എന്നിവയുടെ ബാനറിൽ ഫഹദ് ഫാസിലും ജിത്തു മാധവനും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം അർജുൻ സേതു, എഡിറ്റിംഗ് കിരൺ ദാസ്, സംഗീതം ജസ്റ്റിൻ വർഗീസ്. ചിത്രം ഫെബ്രുവരി 14 തിയേറ്ററിലെത്തും. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത് YV രാജേഷും അനൂപ് രവീന്ദ്രനും ചേർന്ന് തിരക്കഥ എഴുതിയ കോമഡി ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി. മാർക്കോയുടെ പാൻ ഇന്ത്യൻ വിജയത്തിന് ശേഷം ഉണ്ണിമുകുന്ദൻ നായകനാവുന്ന ചിത്രത്തിൽ നിഖില വിമലാണ് നായിക. ചെമ്പൻ വിനോദ് ജോസ്, ശ്യാം മോഹൻ, സുരഭി ലക്ഷ്മി, ജോണി ആന്റണി, സുധീഷ്, ദിനേശ് പ്രഭാകർ, മീര വാസുദേവൻ, ഭഗത് മാനുവൽ, അഭിരാം രാധാകൃഷ്ണൻ, ഫറ ഷിബില, പുണ്യ എലിസബത്ത്, ജുവൽ മേരി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. IVF സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ ഒരു ഡോക്ടർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ കേന്ദ്രീകരിച്ചാണ് കോമഡി ചിത്രം ഗെറ്റ് സെറ്റ് ബേബി ഒരുക്കിയിരിക്കുന്നത്. സാം CS ആണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ചിത്രം ഫെബ്രുവരി 21 തിയേറ്ററുകളിലെത്തും.